ശല്യം രൂക്ഷമായ പാലപ്പിള്ളി ചിമ്മിനി റോഡിന്റെ ഇരുവശങ്ങളും പൊന്തക്കാടുകൾ നിറഞ്ഞത് യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. അടിക്കാടുകൾ വെട്ടിനീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ചിമ്മിനി ഡാമിലേക്കുള്ള പാതയിലാണ് റോഡിന് ഇരുവശത്തും പൊന്തക്കാടുകൾ നിറഞ്ഞത്. റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വളർന്ന് റോഡിലേക്ക് പടർന്ന നിലയിലാണ്. ഇതിനിടയിൽ വന്യജീവികൾ മറഞ്ഞിരുന്നാൽ കാണാൻ കഴിയാത്ത വിധമാണ് കാട് വളർന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്കടക്കം ദിനംപ്രതി കാട്ടാനകൾ എത്തുന്ന പ്രദേശത്ത് പുല്ലു വളർന്ന റോഡരിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭീഷണിയാണ്. ചിമ്മിനി ഡാമിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുന്നതും സെൽഫി എടുക്കുന്നതും ഈ പൊന്തക്കാടുകൾക്ക് സമീപത്ത് നിന്നാണ്. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിനീക്കാൻ അധികൃതർ ഉടമകളോട് ആവശ്യപ്പെട്ടെങ്കിലും റോഡിലേക്ക് പടർന്ന കാട് വെട്ടിത്തെളിക്കേണ്ടത് പൊതുമരാമത്ത് അധികൃതരാണെന്നാണ് തോട്ടം ഉടമകളുടെ വാദം. റോഡരികിൽ പുല്ല് വളർന്ന് ജനങ്ങൾക്ക് സഞ്ചാര തടസ്സമായിട്ടും വെട്ടിനീക്കാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് വിനോദസഞ്ചാരികൾ കാടിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്നത് വളരെയധികം അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പാലപ്പിള്ളി ചിമ്മിനി ഡാം ഏരിയയിൽ ആനയുടെയും പുലിയുടെയും ശല്യം രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് കാടിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്നത് വളരെയധികം അപകടമുണ്ടാക്കുമെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ PWDക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സൈഡ് കാട് വെട്ടി നീക്കി അപകടരഹിതമായ ഒരു മേഖലയാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് PWDക്ക് പരാതി നൽകി. പലയിടത്തും കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള നടപ്പാതയില്ല. നടപ്പാത ഉള്ളിടത്ത് അവിടെയും പുല്ല് വളർന്നിരിക്കുകയാണ്. റോഡിലേക്ക് കയറിയാണ് യാത്രക്കാർ നടക്കുന്നത്. ഈ പാതയിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ അതിവേഗവും യാത്രക്കാർക്ക് ഭീഷണിയാണ്.